basement apartment I rented with you. Remembering the holiday party we had with the crew. Romeo was roaming the garden. Saturday was spent in a parking lot. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. ഏഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം ഉചിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ പ്രിയ മകനായ അമലിനെയും അവന് നിശ്ചയിക്കപ്പെട്ട അങ്ങേ മകളായ റിനുവിനെയും അവിടുത്തെ വലിയ കരുണയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വലിയ കൃപയാൽ അവരെ സംരക്ഷിക്കുകയും അങ്ങേ വലത്തുകരം അവരെ താങ്ങുകയും ചെയ്യണമേ. വിഭജിച്ചു പോകാത്ത ഐക്യത്താൽ കർത്താവെ നിന്റെ ദാസരെ യോജിപ്പിക്കുകയും വേർപിരിയാത്ത സ്നേഹത്താൽ നിന്റെ മക്കളെ പൂർണ്ണമായി ബന്ധിപ്പിക്കുകയും ചെയ്യണമേ. ഭിന്നിച്ചു പോകാത്ത ഏക അഭിപ്രായവും ദൈവമേ അവിടുത്തെ കരുണയാൽ ഈ മക്കൾക്ക് നൽകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ക്ഷണിക്കപ്പെട്ടവരെ സന്തോഷിപ്പിക്കുകയും ആതിഥേയരുടെ അപമാനത്തെ നീക്കിക്കളയുകയും ചെയ്ത സ്വർഗീയ മണവാള, നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ മകൻ അമലിനും അവൻ്റെ പങ്കാളി റിനുവിനും അവരുടെ കുടുംബജീവിതം കുറവുകളില്ലാതെയും തികഞ്ഞ സന്തോഷത്തോടെയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാനുമുള്ള അനുഗ്രഹം കൊടുക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കർത്താവിന്റെ സംരക്ഷണം കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം പറയും. അവിടെ നിന്ന് തന്റെ ദൂരത്തോട് അവിടുത്തെ മറച്ചുകൊള്ളും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെയും പകൽ വർഷത്തെയും ഭയപ്പെടേണ്ട. ഇന്ന് സഞ്ചരിക്കുന്ന മഹാമാരിയെ, നശിച്ചുപോകുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു നഷ്ടവും സംഭവിക്കില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, നിന്റെ നിവാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരെണ്ണവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
നിന്റെ പാദങ്ങളിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു ദൈവിക കരങ്ങളാണ്. മധ്യവർത്തിയാണ്. മനുഷ്യനും ദൈവത്തിനും തമ്മിലുള്ള ഒരു മധ്യവർത്തിയാണ്. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ഈ ചടങ്ങ് ആരംഭിക്കാം. ഈ മധുരം വെപ്പിന് നമ്മുടെ പ്രിയങ്കരനായ റെജി, അന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സ് അച്ഛൻ ഞങ്ങളൊക്കെ വല്ലാതെ ആകർഷിച്ച അച്ഛൻ്റെ ആ ഒരു സ്പീച്ച്, മനസ്സമ്മതത്തിൻ്റെ അന്ന് ദേവാലയത്തിൽ അച്ഛൻ നടത്തിയ സ്പീച്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സുകളൊക്കെ വല്ലാതെ ആകർഷിച്ചായിരുന്നു. അച്ഛാ പ്ലീസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യയെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമലും റിനുവും അവരെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദപുസ്തക വായനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഒരു ആമുഖം വിവാഹ ജീവിതം വിജയപ്രദമാക്കുന്നതിനും അതിൻ്റെ കടമകൾ വിശ്വസ്തതാപൂർവം നിറവേറ്റുന്നതിനും ദൈവാനുഗ്രഹം ആവശ്യമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ ദിവ്യരക്ഷകനെ ക്ഷണിച്ച വീട്ടുകാരെ പോലെ നമുക്കും ദിവ്യരക്ഷകന്റെ സാന്നിധ്യം അപേക്ഷിക്കാം. ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട സ്നേഹത്തെയും ക്രിസ്തീയ അരൂപിയെയും കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹ നൽകുന്ന ഉദ്ബോധനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ, സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവം നിങ്ങളുടെ ഭാര്യമാരോട് കൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കേണ്ടതിനു വേണ്ടിയാകുന്നു. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ അവർ മാനസാന്തരപ്പെടാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണ്ണമണിയുന്നതോ
മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ ബാഹ്യമായതായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വം ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. അല്പനേരം മൗനമായി നമുക്ക് റിനുവിനും അവലിനും വേണ്ടി പ്രാർത്ഥിക്കാം. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമലും റിനുവും അനുഭവിക്കാൻ പോകുന്ന ഈ മധുര ഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവരെന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമ്മുടെ ചീഫ് ഗസ്റ്റ് വിരുന്നുകാരാണ്. നമ്മുടെ എല്ലാവരും നമ്മുടെ കാഞ്ഞിരപ്പള്ളി എരുമേലി തുറവാമൊഴി ടീം, പപ്പ, മമ്മി, പിന്നെ 2 സഹോദരിമാര്, പിന്നെ നമ്മുടെ ആനന്ദ്. നമ്മൾ അന്ന് പരിചയപ്പെട്ട പഞ്ചപാവല്ലേ, എന്ത് ഒരു നിർമ്മലനായ മനുഷ്യനാണ്. എന്തായാലും പ്രിയ ഭാഗ്യവതിയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ കസിൻസ് അല്ലേ, ഓക്കെ. പ്രത്യേകം നിങ്ങളെല്ലാവരെയും ഈ ചടങ്ങുകളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രത്യേകിച്ച് അച്ഛനെ, ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, സൈമൻ അച്ഛൻ. ഞങ്ങളുടെ എല്ലാമായിരുന്നു. അപ്പം അച്ഛനെ ഈ സമയത്ത് ഞങ്ങളൊന്ന് ഓർക്കുകയാണ്. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ. മധുരം കൊടുക്കട്ടെ. മധുരം കൊടുക്കട്ടെ. മധുരം കൊടുക്കട്ടെ.
തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ചെറുതോണിയിൽ, തിരമാലയിൽ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ, ഒരു മഴയും തോന്നാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മഴങ്ങാതിരുന്നിട്ടില്ല. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊടുങ്കോ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂവിയേതൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു, പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോ പിന്നെ കവിയിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പിന്നെ കവിയിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം കത്തമ്മേ, ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിരന്ത് വന്നു ചേരാത്ത്, ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിരന്ത് വന്നു ചേരാത്ത്. താങ്ക് യു. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായിടാം, ആകാശ പൊന്നാനിലകളിലായത്തും തൊട്ടേ വരാം, ആകാശ പൊന്നാനിലകളിലായത്തും തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായിടാം. മന്ത്രത്താൽ പായുന്ന കുതിരൈ മാണിക്യം കയ്യാൽ തൊഴാം, മന്ത്രത്താൽ പായുന്ന കുതിരൈ മാണിക്യം കയ്യാൽ തൊഴാം, ഗന്ധർവൻ പാടുന്ന മന്ദാരം പൂവിട്ട കടൽ, ഗന്ധർവൻ പാടുന്ന മന്ദാരം പൂവിട്ട
प्रभात गीतम तुषारे Kami